ദേശീയപാത നിർമ്മാണം നടക്കുന്ന കോഴിക്കോട് തിരുവങ്ങൂരിലാണ് സർവീസ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ്, സർവീസ് റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞു തകർന്നിരിക്കുന്നത്. നിലവിൽ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളൊക്കെ, അതായത് ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ സമയത്ത് ബസ് ഉൾപ്പെടെ ഈ വഴി കടന്നു പോയിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു. നിലവിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. റോഡിൻ്റെ ഒരു ഭാഗം, അതായത് ഇവിടെ ഒരു പാലമാണ് വരുന്നത് ദേശീയപാതയുടെ ഭാഗമായിട്ട്. ആ പാലത്തിൻ്റെ ഭാഗമായി, റോഡ് ഉയർത്തുന്നതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയായിരുന്നു. അത്തരത്തിൽ റോഡിൻ്റെ ഒരു ഭാഗം തുരന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തുരന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു തകർന്നിരിക്കുന്നത്. ഈ നാട്ടുകാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ലോഡ് വണ്ടിയാണ് രാവിലെ പോകുന്ന സമയത്ത് ഈ മണ്ണ് ചുരന്നെടുത്തത് കാരണേ, ഉള്ളിലൂടെ മണ്ണെടുത്ത കാരണം വണ്ടിക്കാർക്ക് അറിയുന്നില്ല ഈ സൈഡിൽ കൂടെ എടുത്താൽ ഇടിയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അറിയാതെ ഒരു ലോഡ് വണ്ടി വന്നതാണ്. അപ്പം മൊത്തം ഇടിഞ്ഞു വീണു. എന്തോ ഭാഗ്യം കൊണ്ട് ലോറിക്കാരൻ രക്ഷപ്പെട്ടു. ഇത് ഇപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ജംഗ്ഷനിൽ ഒരു പാലമാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ റാമ്പായിട്ട്, സ്ലോപ്പായിട്ട് അപ്രോച്ച് റോഡാണ്. അപ്പോൾ അതിനുള്ള മണ്ണ് നികത്തി വിടുക, അമർത്തി അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടുന്നേ ചരിച്ച് കൊണ്ടുപോകണം. പൊതുവേ പദം മണ്ണുമാണ്, നല്ല ചളിയും നിങ്ങൾക്ക് തന്നെ കണ്ടറിയുക. ഫുള്ള് ഇടിഞ്ഞെടുക്കുക. ഇത് തന്നെ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. റോഡ് ഇടിഞ്ഞതിൻ്റെ എതിർഭാഗത്തും സർവീസ് റോഡ് സമാനമായ രീതിയിൽ അപകടകരമായ നിലയിലാണുള്ളത്. അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് വലിയ ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നത് വളരെ അപകടകരമായ രീതിയിലാണ്. വളരെ വീതി കുറവാണ് എന്നുള്ളതാണ് ഈ എതിർഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഒരു പ്രശ്നം. സ്ലാബ് ഉൾപ്പെടെ, അതായത് എതിർഭാഗത്തുള്ള സർവീസ് റോഡ് സമീപത്തുള്ള സ്ലാബ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടു തന്നെയാണ് ഈ വഴി കടന്നു പോകുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ വീതി കുറവാണ്, ഇവിടെ ഇതേപോലെ സ്ലാബ് വീണ് കിടക്കുകയാണ്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ, ഏതെങ്കിലും വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിലെ വണ്ടി പോകാൻ വേറെ സംവിധാനമില്ല. ആകെയുള്ള ഇതേപോലെ ചെറിയുള്ള റോഡാണ്. അത് കൃത്യമായിട്ട് ഒരു മുന്നേ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇത്രയും വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിലവിലെന്തായാലും ഈ സർവീസ് റോഡ് അപകടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. അതായത് വലിയ ഹെവി വാഹനം, ബസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ചരക്ക് വാഹനം ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ഭാഗം തുറന്നു വെച്ചത് കൊണ്ട് തന്നെ അപകടത്തിനുള്ള വലിയ സാധ്യത മുന്നിലുണ്ട്. നിലവിലെന്തായാലും ഈ റോഡ് താൽക്കാലികമായി അടച്ച് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോടു കൂടിയാണ് വാഹനം കടന്നു പോകുന്നത്. പക്ഷേ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധി ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്ക് നിലവിലിപ്പോഴും തുടരുന്നുണ്ട്. ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് നിലവിലിപ്പോൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള, കോഴിക്കോട് നഗരത്തിൽ നിന്ന് കണ്ണൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന പാതയാണ് ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിസന്ധിയുണ്ട്. എത്രയും വേഗം ഈ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കണം. ഒപ്പം ഈ നിർമ്മാണ പ്രവർത്തനം കുറെ കൂടി സുരക്ഷിതമായി നടത്തണമെന്നൊരു ആവശ്യം കൂടിയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്.